എന്താ രാവിലെ ഭക്ഷണം കഴിച്ചെന്താ? ഞാൻ പോയിട്ട് ഇഡ്ഡലി കഴിച്ചതാണ്. അത് നോർമലായില്ലേ? അപ്പൊ പാലക്കാട് പിടിച്ചില്ലല്ലോ. എന്താണ്ടി ഇവിടെ നീ ഇത് കേക്ക്, എന്റെ താളം കേക്ക്. സഭ എന്നുള്ളൊരു സാധനം പിടിക്കാനായിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു? വിളിക്കുന്ന കാര്യം ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വേറൊരു ശരത്തും ഉണ്ടാവുന്നത് പതിവായിരുന്നു. സഭ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അരുൺ ഡൊമിനിക്ക് എപ്പോഴും ഇമാജിനറി ക്യാരക്ടറാ ഫ്രണ്ടില്. നമ്മള് ഇതായിട്ട് വരുന്ന സമയത്ത് ഇയാളുമായിട്ട് മുട്ടുന്ന സമയത്ത് ഞാൻ ആദ്യം അങ്ങോട്ട് ഷൗട്ട് ചെയ്യുന്നു, എവിടെ നോക്കിയിട്ട് അവിടെ വണ്ടി ഓടിക്കുന്നു, മറ്റേ കണ്ണില്ലേ മുഖത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറയാൻ എന്നെ കുറ്റക്കാരൻ എന്ന രീതിയിൽ ഇങ്ങനെ പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇൻഡിക്കേറ്റർ അല്ല പറയുന്നതായിട്ട് ഇമാജിൻ ചെയ്തിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് മാത്രം. എല്ലാവരും ഇത് മോണോക്റ്റ് ആണോ? ചോദ്യങ്ങൾ എനിക്ക് വേറെ ഇന്റർവ്യൂ ഒന്നും കിട്ടിയിട്ടില്ല. എന്റെ ഡ്രാമ സ്കൂൾ മറ്റേതിലൊക്കെ പോകുന്നു ഞാൻ വാചാലനാവും. ഹായ് ഹലോ, വെൽക്കം ടു ഫാൻ ബെല്ലാസ് റീടേക്ക്. സോ ഇന്നത്തെ നമ്മുടെ ഫാൻ ബെല്ലയുടെ ഗസ്റ്റ് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം ചിരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ഡയലോഗ് കാരണമാണ് ആദ്യം നമ്മൾ ഇദ്ദേഹത്തിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ അതായത് ലോക എന്ന സിനിമയുടെ ആ ഒരു റിലീസിന് ശേഷം ഇപ്പം നമ്മൾ അദ്ദേഹത്തിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വില്ലൻ വേഷം കാരണമാണ്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു വില്ലൻ വേഷം കാരണം മലയാളത്തിലെ സേഫ് ആയിട്ടുള്ള ഒരു സോൺ അല്ലെങ്കിൽ തൻ്റെതായിട്ടുള്ള ഒരു ഇടം പിടിച്ചിട്ടുള്ള ശരത് സഭയാണ് നമ്മളോടൊപ്പം ഇത് ജോയിൻ ചെയ്യുന്നത്. ഹായ്, വെൽക്കം. താങ്ക് യു. ഈ മറ്റെന്തായിരുന്നു ഈ സഭ എന്നുള്ള പേര് വിളിക്കണം, ശരത് എന്ന് പറയുന്നത് ഇഷ്ടമല്ല എന്ന് ഞാൻ പലയിടത്തായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആദ്യം തന്നെ എനിക്കറിയാം ക്ലീഷേ ക്വസ്റ്റ്യൻ ആണെന്ന്, പക്ഷെ എന്നാലും ചോദിക്കാണ്, സഭ എന്തായിരുന്നു ഫസ്റ്റ് അങ്ങോട്ടേക്ക് എത്താൻ സഭ എന്നുള്ളൊരു സാധനം പിടിക്കാനായിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു? ആ ഒരു പേര് ശരത് എന്ന് പേര് വിളിക്കുന്ന ഇഷ്ടമല്ല അങ്ങനെയല്ല, കുറച്ചുകൂടെ കംഫർട്ട് സഭ എന്ന് വിളിക്കുന്ന കാര്യം ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വേറൊരു ശരത്തും ഉണ്ടാവുന്നത് പതിവായിരുന്നു. അപ്പം സഭ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നോക്കും അരുൺ ഡൊമിനിക്ക് എപ്പോഴും അതാണ് വിളിക്കുന്നത്. അത് തമാശക്ക് വിളിക്കുന്നത്, അത് എല്ലാം ഇതാക്കാൻ വേണ്ടിട്ട് വിളിക്കുന്ന. സഭ എന്ന് പേര് വന്നത് അങ്ങനെ എന്താണ് നമ്മൾ പേര് മാറ്റണം അങ്ങനെയുള്ള ചിന്തയിൽ ഉണ്ടായ പേരൊന്നും അല്ല. അങ്ങനെ പേര് മാറ്റാൻ വേണ്ടിയിട്ട് പുതിയ ഏതെങ്കിലും ഒരു പേര് അന്വേഷിക്കുക, നല്ലൊരു പേര് കിട്ടുന്ന അങ്ങനത്തെ പരിപാടിയിലല്ലായിരുന്നു. യാദൃശ്ചികമായിട്ട് ഞങ്ങൾ ഒരു തമിഴ് പടം, ഞാനും ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഒരു തമിഴ് പടം കാണാൻ പോയ സമയത്ത് അതിലൊരു ക്യാരക്ടറിൻ്റെ പേര് സഭ എന്നുള്ള പേര്. പടം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ അങ്ങനെ എടാ ഈ സഭ പേര് കൊള്ളാലോ. അപ്പൊ സിനിമയിൽ എത്തിയിട്ടില്ല? ഇല്ല, ഞാൻ ഡ്രാമ സ്കൂളിൽ പഠിക്കുന്ന ആ സമയത്ത് തീരുമാനിച്ചാണ്. അപ്പൊ അന്നേ സിനിമ ആയിരുന്നോ ലക്ഷ്യം? അല്ല, സിനിമയിൽ വരുന്നത് കൊണ്ടല്ല ഞാൻ പേര് മാറ്റിയത്. ഡ്രാമ സ്കൂളിൽ പിന്നെ ഡ്രാമ സ്കൂളിൽ ആ സമയത്ത് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ബ്രോഷറിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ പേര് മാറ്റും, അവരുടെ സ്വന്തം പേരിങ്ങനെ മാറ്റി വേറൊരു. ഡ്രാമ സ്കൂളിൽ അങ്ങനെ 1-2 പേര് നമ്മുടെ സീനിയേഴ്സ് ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ട് ഇൻസ്പയർ ആയിട്ട് നമുക്കും ഈ പേര് കിട്ടിയ സമയത്ത് കൂടെ കയറ്റിന്നുള്ളൂ. ക്ലിക്കായി. പക്ഷേ അത് അവിടുത്തെ ഡ്രാമ സ്കൂളിൽ തന്നെ ക്ലിക്കായിട്ടുണ്ട്. ചിലവരുണ്ട് ഡ്രാമ സ്കൂളിൽ ഒരാഴ്ച ഒരു പേരായിരിക്കും, പിന്നെ അടുത്ത ആഴ്ച വേറെ ആവും. ലക്ക് ട്രൈ ചെയ്യുന്നതല്ല, അങ്ങനെ ആൾക്കാരെ എപ്പോഴും അങ്ങ് ഏറ്റെടുക്കത്തില്ലല്ലോ. ഫാൻസ് ഉണ്ടായിരുന്നു കുറെ തിയേറ്റർ ഒക്കെ ചെയ്തോണ്ടിരിക്കുന്ന ആ ഒരു സമയത്തൊക്കെ. ഫാൻസ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും നമുക്ക് സ്ഥിര ഓഡിയൻസ് ഉണ്ടായിരുന്നു. കുറെ പേര് വന്നിട്ട് ഇങ്ങനെ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്യുമായിരുന്നു ഒരുപാട്. ഓക്കെ, അപ്പൊ എന്തായാലും ലോക്കയിലേക്ക് വന്നു കഴിഞ്ഞാല് ലോക്ക ഞാൻ കണ്ടിരുന്നു. എന്റെ പൊന്നേ ഒരു രക്ഷ ഉണ്ടായില്ല കേട്ടോ. വെച്ചാല് കേറി വന്നിട്ട് നമുക്ക് അടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അങ്ങനെ നമ്മളൊരു ചാൻസ് കിട്ടുമായിരുന്നു, നമ്മൾ അങ്ങനെ ചെയ്തേനെ. കാരണം അത്രയും വെറുപ്പിച്ചു എന്ന് വേണേ പറയാം. കറക്റ്റ് ആയിട്ട് ആ ഒരു ക്യാരക്ടറിന്റെ ഒരു മീറ്റർ ഉണ്ടല്ലോ,
അതൊക്കെ മേലെയായിട്ട് വേണേ പിടിച്ചു എന്ന് പറയാം. സംഭവം ശരിക്കും ആദ്യം ഈ ഒരു എന്താ പറയുക ക്യാരക്ടറിലേക്ക് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇന്നാവുന്നത് ഡൊമിനിക് അരുണാണ് കൊണ്ടുവരുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമിനിക് അരുണിന്റെ ഒരു ഇന്റർവ്യൂ കണ്ട സമയത്ത് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടറിന്, സുന്ദർ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് സബേനെ അല്ലാണ്ട് വേറെ ആരെയും ആലോചിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടായിരുന്നു എവിടെയെങ്കിലും? അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂവില്. അതായത് എന്ത് പറയൂല, അതിങ്ങനെ പോയി കണ്ടുപിടിക്കും. പക്ഷെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് വേറെ ആരെയും എങ്ങനെയാണ് ഈ ക്യാരക്ടർ ലിഫ്റ്റ് ചെയ്തതെന്നുള്ള സാധനം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് വേറെ ആരെയും ആലോചിച്ചിട്ടേ ഉണ്ടായില്ല എന്ന്. സോ എന്താണ് അതിനോടുള്ള ഒരു റെസ്പോൺസ്? അല്ല, ഞാൻ അത് അങ്ങനെ പറഞ്ഞതായിട്ട് ലൊക്കേഷനിൽ ഡൊമിനിക് അല്ലാതെ വേറെ ആരോ പറഞ്ഞതായിട്ട് ഒരു ഓർമ്മയുണ്ട്. തുടക്കം തൊട്ട് സഭയാണ് ആരാന്നും എനിക്കും ഓർമ്മയില്ല ആ സമയത്ത്. ഞാനങ്ങനെ അതങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഇപ്പൊ ഡൊമിനിക് അത് പറഞ്ഞു എന്ന് കേൾക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷം. എനിക്കതൊന്നും ആ ഇന്റർവ്യൂ ഒന്ന് കാണണം എന്നാണ്. ഓക്കെ, ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇന്റർവ്യൂ ഏതാണെന്നുള്ളത്. അപ്പം തരംഗത്തിലൂടെയാണ് കൊമേഴ്ഷ്യൽ, അതായത് സിനിമാ രംഗത്തേക്കുള്ള ഒരു കടന്നുകയറ്റം എന്ന് പറയുന്നത്. അപ്പം ശരിക്കും അത് ഓഡീഷൻ ചെയ്തിട്ടല്ലായിരുന്നോ വന്നിട്ടുണ്ടായിരുന്നത്? അപ്പൊ അന്ന് ഓഡീഷന് കൊടുത്തിട്ടുണ്ടായിരുന്ന സിറ്റുവേഷൻ എന്തെങ്കിലും ഓർമ്മയുണ്ട്? എന്തുവായിരുന്നു കൊടുത്തേന്നോ അങ്ങനെ എന്തെങ്കിലും? ഡൊമിനിക്കിന്റെയോ? അത് ശരിക്കും ഡ്രാമ സ്കൂളിൽ ഞാൻ പഠിച്ച് കഴിഞ്ഞു ഇറങ്ങിയ സമയത്ത് വീട്ടിലേക്ക് ഇരിക്കുന്ന സമയത്ത് കാസ്റ്റിംഗ് ലോഞ്ച് പാഡ് എന്ന് പറഞ്ഞ കാസ്റ്റിംഗ് കമ്പനി ആമി എന്ന് പറഞ്ഞൊരു പടത്തിന്റെ ആമി എന്ന് പറഞ്ഞൊരു പടത്തിന്റെ ഓഡീഷന് വേണ്ടിയിട്ട് ഡ്രാമ സ്കൂളിലോട്ട് വരുന്നു. അപ്പം നമ്മുടെ പ്രസൂൺ അങ്ങനെ സുഹൃത്തുക്കൾ വഴിയാണ് ഡ്രാമ സ്കൂളിലോട്ട് വരുന്നത്. അപ്പോൾ അവർ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഇവിടെ ഓഡീഷൻ നടക്കുന്നുണ്ട്, വന്നിട്ട് അറ്റൻഡ് ചെയ്യുന്നു പറഞ്ഞു. അപ്പം നമ്മൾ കഴിഞ്ഞിറങ്ങി പോയതാ. നമ്മൾ തിരിച്ച് വരുന്നു, വന്നിട്ട് ഓഡീഷൻ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഈ പടത്തിന് നിങ്ങളുടെ ഈ ഏജ് ഗ്രൂപ്പിലുള്ളവരെ ആവശ്യമില്ല, പക്ഷെ ഇത് ഞങ്ങൾ കാസ്റ്റിംഗ് കമ്പനിയാണ്, പക്ഷെ ഞങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലുകളൊക്കെ സൂക്ഷിച്ച് വയ്ക്കും, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പ്രൊജക്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ വിളിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓഡീഷൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത് അന്ന് ഓഡീഷൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഡ്രാമ സ്കൂളിൽ പുള്ളി എനിക്ക് തന്നിട്ടുള്ള ഇംപ്രൂവൈസ് സീൻ, നമ്മളിങ്ങനെ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരാളുമായിട്ട് ആക്സിഡൻ്റ് ആവുന്നു, പിന്നെ അയാളുമായിട്ടുള്ള സംസാരം ആണ് ചെയ്യുന്നത്. എന്താ പറഞ്ഞപ്പോ അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചത്. ഞങ്ങൾ മുട്ടുന്ന സമയത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു എന്ന് ഡൊമിനിക് അരുൺ പറഞ്ഞു കേട്ടായിരുന്നു ഈ ഓഡീഷൻ ചെയ്ത സമയത്ത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവൻ വേറെ റേഞ്ചുള്ള ആക്ടറാണ്, ഇവൻ കുറച്ചുകൂടി എന്താ പറയാ നല്ല ക്യാരക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് ഈ ഓഡീഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതാ ചോദിച്ചേ. പറയണോ? ക്ലബ് എഫ്എമ്മിന്റെ ഇന്റർവ്യൂലായിരുന്നു. എന്നിട്ട് അത് മുറിച്ചിട്ട് എന്റെ ഓക്കെ, അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ ചോദിച്ചേ. അപ്പൊ ആ ഒരു എന്താ പറയാ അത്രയും ഇതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് ചെയ്ത് ഇങ്ങനെ ആളുമായിട്ട് ഇപ്പം ഇമാജിനറി ക്യാരക്ടറാ ഫ്രണ്ടില് നമ്മള് ഇതായിട്ട് വരുന്ന സമയത്ത് ഇയാളുമായിട്ട് മുട്ടുന്ന സമയത്ത് ഞാൻ ആദ്യം അങ്ങോട്ട് ഷൗട്ട് ചെയ്യുന്നു, എവിടെ നോക്കിയിട്ട് അവിടെ വണ്ടി ഓടിക്കുന്നു, മറ്റേ കണ്ണില്ലേ മുഖത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറയുന്നു എന്നെ കുറ്റക്കാരൻ എന്ന രീതിയിൽ ഇങ്ങനെ പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇൻഡിക്കേറ്റർ അല്ല, അല്ല അയാൾ പറയുന്നതായിട്ട് ഇമാജിൻ ചെയ്തിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് മാത്രം. അല്ലാതെ ഇത് മോണോ ആക്ട് ആണോ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് എനിക്ക് സംശയം ചോദിച്ചാ. ഓക്കെ, അപ്പം എന്തായിരുന്നു ഇപ്പൊ ഇനി ഈ ഒരു ക്യാരക്ടറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തിൽ നമുക്ക് ബാരിയർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഏറ്റവും വലിയൊരു സംഭവമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലോക്കയുടെ ക്യാരക്ടറാണ്, സുന്ദർ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ലാംഗ്വേജ് ഒരു വലിയ ബാരിയർ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പം നമ്മൾ ഈ പരംസുന്ദരിയൊക്കെ പറയുന്നത് പോലെ മറ്റേ മലയാളം സംസാരിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിച്ച് വെക്കുന്ന, അല്ലെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല വേറൊരു ലാംഗ്വേജ് നമ്മൾ ആ ഒരു രീതിയിലല്ല പറയുന്നെങ്കിൽ. പക്ഷേ ഇതിനകത്തിൽ നമുക്ക് ഇതൊരു മലയാളിയാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തതെന്ന് തോന്നത്തില്ല.
എനിക്ക് ഇപ്പൊ കന്നഡ അറിയില്ല, ബട്ട് സ്റ്റിൽ എന്നാലും അത് നമ്മൾ തിയേറ്ററിൽ കാണുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും തോന്നത്തില്ല ഇതൊരു മലയാളി ആക്ടർ ആണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് ആ ഒരു ക്യാരക്ടർ എന്ന്. അപ്പം അത്രയും എന്താ പറയാ കോൺഫിഡന്റ് ആയിട്ടും അത്രയും ഇതൊരു രീതിയിലാണ് ആ ഒരു ക്യാരക്ടറിനെ ചെയ്തു വെച്ചിട്ടുള്ളത്, അത്രയും വെറുപ്പിച്ചിട്ടുമുണ്ട്. അപ്പം ശരിക്കും ലാംഗ്വേജ് ഒരു ബാരിയർ അല്ല. ഇപ്പം വില്ലൻ വേഷം ചെയ്തിട്ടുണ്ട്, അത് മുന്നേയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്താ പറയാ അതൊക്കെ ആ ലിമിറ്റേഷൻ ഒക്കെ വിട്ടിട്ടാണ് ഈ ഒരു ക്യാരക്ടറിനെ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ ശരിക്കും എന്താ പറയാ സഭേന്റെ ഒരു എന്താ ചേട്ടന്റെ ഒരു ഇതെന്തായിരിക്കും, ലൈക്ക് ഒരു ലിമിറ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാല് ഒരു ആക്ടറിന് ലിമിറ്റേഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, ബട്ട് സ്റ്റിൽ ഞാൻ ചോദിക്കാം എനിക്ക് ഇച്ചിരി പാടായിരിക്കും എന്നുള്ളൊരു സാധനം. അത് ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. ഇപ്പൊ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് തിയേറ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒരുപാട് പരിപാടികൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഒരു മാസം ഒരു 3 പ്ലേ മിനിമം 3 പ്ലേയിലെങ്കിലും വർക്ക്. ഞാൻ അല്ലാതെ ഡ്രാമ സ്കൂളിൽ എനിക്ക് തിയറി അത്ര വശമുള്ള പരിപാടിയല്ല. ചാൻസലേഴ്സ്ക്ക് ഉണ്ട്. ഡ്രാമ സ്കൂളിൽ തിയറി ഉണ്ട്, പ്രാക്ടിക്കലും ഉണ്ട്. അപ്പോൾ ലൈബ്രറി ഉണ്ട്. അപ്പോൾ എന്നെ കൂടുതൽ കാണാത്ത സ്ഥലമായിരിക്കും ലൈബ്രറി. പിന്നെ തിയറി ക്ലാസ്സുകൾ ഇരുന്നിട്ടും മേയർ ഹോൾഡ്, ചാൻസലേഴ്സ്ക്ക് തിയറി, മറ്റേ ഇതൊക്കെ കാണാപ്പാടം പഠിച്ചിട്ട് പിന്നെ വേറെ ഇത് തിയറി അത് മാത്രമല്ല കേട്ടോ, അവർ മാത്രമല്ല. പിന്നെ എനിക്ക് പറയാൻ ഇപ്പം ഓർമ്മയിലുള്ളവർ അവർ മാത്രമേ ഉള്ളൂ. പക്ഷെ അവരുടേതും അല്ലാതെ തന്നെ ഇപ്പോഴത്തെ കണ്ടംപററി മോഡേൺ തിയേറ്ററിലൊക്കെ നിൽക്കുന്നതും മോഡേൺ ആയിട്ടുള്ള എന്താ അങ്ങനത്തെ പുതിയ ഇവരെ എന്താണ് ഇതെല്ലാം അവരുടെ ഈ എക്സസൈസ് മാത്രമല്ലാതെ തന്നെ വേറെയും എക്സസൈസുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ തിയറിയും പരിപാടികളിലും ഉണ്ട്. അത് നമ്മളെയൊക്കെ പഠിപ്പിക്കുകയും ചെയ്യും. നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടി ആയിരുന്നു ആ സമയത്ത്. പക്ഷെ എനിക്ക് തിയറിയായിട്ട് അത്ര അടുപ്പില്ല. പിന്നെ കിട്ടുന്നത് തിയറികൾക്ക് എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ഡയറക്ടേഴ്സ് അത് പഠിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ. അവർ പഠിച്ചിട്ട് അവരുടെ പ്ലേയിൽ അത് അപ്ലിക്കബിൾ ആക്കും. ഇപ്പം ഏതെങ്കിലും ഒരാളിനെ എന്താണ് ഇത് ചെയ്തിട്ടായിരിക്കും, ഫോളോ ചെയ്തിട്ടായിരിക്കും ഏതെങ്കിലും ഒരു മാസ്റ്ററിനെ, അതായത് ആക്ടിങ് എക്സസൈസുകൾ മറ്റേത് ഇതൊക്കെ ഏതെങ്കിലും ഡയറക്ടർ അവരുടെ എക്സസൈസുകൾ ഫോളോ ചെയ്തിട്ടായിരിക്കും ഈ പ്ലേ ചെയ്യുന്നത്. അപ്പം അവർ നമ്മളെ പഠിപ്പിച്ചു തരും ഓരോരോ എക്സസൈസുകളിലൂടെ ഈ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ തിരഞ്ഞെടുക്കുന്ന വഴിയെ ഒരു ഡയറക്ടർ തിരഞ്ഞെടുക്കുന്ന വഴിയായിരിക്കത്തില്ല വേറൊരു ഡയറക്ടർ തിരഞ്ഞെടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതിലൂടെ ഞാൻ ഈ എക്സസൈസുകളെ അറിയാമെന്നുള്ളതല്ലാതെ ഞാനങ്ങനെ വായിച്ച് എനിക്ക് അങ്ങനെ വായന ഞാൻ എൻ്റെ മോശം ക്വാളിറ്റി ആണത് വായിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ കുറച്ച് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷെ എനിക്ക് ഇപ്പോൾ പറ്റുന്നില്ല. ഞാൻ ട്രൈ ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ വായന പറ്റിയിട്ടില്ല. അപ്പം ആ പല പരിപാടികൾ ചെയ്തിട്ടുള്ള ഒരു ഇതുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ ഒരു ലിമിറ്റേഷൻ ആയിട്ടൊന്നും ഇല്ല, ഉണ്ടാവുമായിരിക്കും. ഞാൻ അറിയില്ല. സിനിമയിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും ക്യാരക്ടറിൻ്റെ കിട്ടിയിട്ട് അത്ര ഇതാകുന്ന സമയത്ത് ഓക്കെ ഇനി ഇമാതിരി പരിപാടി പിടിക്കരുത് എന്നുള്ളൊരു പാഠം അപ്പം പഠിക്കുമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം ഓക്കെ ഇന്നത് ഇങ്ങനെ ചെയ്തപ്പോഴാണ് ഇങ്ങനെ ആയിപ്പോയത്, നമുക്ക് വേറെ രീതിയിൽ ട്രൈ ചെയ്യാം. അതൊക്കെ ആ സിറ്റുവേഷൻ അനുസരിച്ച് ഒരു മൂഡിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പം ഞാൻ എന്താണ് എൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ കൂടിയും ഞാനതിപ്പോൾ പറയാനും ആഗ്രഹിക്കുന്നില്ല. ഓക്കെ. ഈ തിയേറ്റർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു പെർഫോമൻസ് ഏതായിരിക്കും? അപ്രീസിയേഷൻ ഏറ്റവും കൂടുതൽ എന്ന് പറയാൻ ഒരു പ്ലേ കഴിയുന്ന സമയത്ത് ഞങ്ങൾ അത്ര അടുത്തായിരിക്കും ഓഡിയൻസ് ഉണ്ടാവുക. പെട്ടെന്ന് തന്നെ ഓഡിയൻസ് എല്ലാവരും സ്റ്റേജിലോട്ട് കയറി വരും. നമ്മളെ എന്താണ് ഷേക്ക് ഹാൻഡ്, ഹഗ്, അങ്ങനെയുള്ള സന്തോഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് ഓഡിയൻസ് അപ്പം തന്നെ. ഏറ്റവും കൂടുതലെന്ന് പറയാൻ പിന്നെ നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ സീനിയേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്ലേയിൽ അഭിനയിക്കുക, ആൾക്കാരുടെ നിന്ന് ഷേക്ക് ഹാൻഡ് മറ്റേതൊക്കെ മേടിക്കുക, പോവുക ഉള്ള പരിപാടിയുള്ളൂ. നമ്മുടെ ബാച്ചിൻ്റെ പ്രൊഡക്ഷൻ അതായത് എൻ്റെ ബാച്ചിന് 3 പ്ലേ ചെയ്യണം.
3 സമയമായിട്ട് ഒരു മാസം ഒന്ന് അടുത്ത 3 സെമിസ്റ്ററിലായിട്ട്. ഓ അപ്പം എൻ്റെ ബാച്ചിൽ ഡയറക്ഷൻ ഓപ്ഷൻ എടുത്തിരിക്കുന്ന ആള് ഡയറക്റ്റ് ചെയ്യും പ്ലേ. അപ്പം ഞാൻ അഭിനയിക്കണം. ആ സമയത്ത് അഭിനയം കഴിഞ്ഞിട്ട് നേരെ വൈവേ ഉണ്ടാവും. നമ്മൾ ഏത് എക്സസൈസ്, എങ്ങനെയാണ് ഈ ക്യാരക്ടർ പ്രസന്റ് ചെയ്തത്, ഏതാണ് ഇതിൻ്റെ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ അത് ഇന്റർപ്രറ്റ് ചെയ്തത്, ഈ ക്യാരക്ടറിനെ ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള കാരണം. ഇപ്പം തിയേറ്ററിൽ കൂടുതൽ നമ്മുടെ ഇന്റർപ്രട്ടേഷനാണ് കൂടുതൽ വരുന്നത്. ഇവിടെ സിനിമയിൽ എല്ലാ സെറ്റിലും ഇപ്പം റൈറ്ററും ഉണ്ടാവും. അപ്പോൾ ആളെന്താ ഉദ്ദേശിച്ചത്, എടാ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, നീ വേറെ ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ട് ഡയറക്ടർ നമ്മളെ ലീഡ് ചെയ്യണമെന്നുണ്ട്. നാടകത്തിൽ വരുന്ന സമയത്ത് ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ള സ്ക്രിപ്റ്റുകളും ഇതൊക്കെയാണ്. അത് ഡയറക്ടറിൻ്റെ വ്യാഖ്യാനം. ഡയറക്ടർ എങ്ങനെയാണോ വായിക്കുന്നത്, ഓക്കെ ഇതിനെ ഇപ്പോൾ സമകാലികമായിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളതിനെ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മുടെ ക്യാരക്ടറിനെ ഇൻ്റർപ്രറ്റ് ചെയ്യും. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിന് ഇങ്ങനെ വെച്ചിട്ടായിരിക്കും ഇയാൾ ആ ഡയലോഗ് പറയുന്നുണ്ടാവുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും ഇയാൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുക എന്നുള്ള എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ടാവുമല്ലോ. അതൊക്കെ നമ്മൾ ചെയ്യുന്നതും ഉണ്ടാവും. ചിലപ്പോൾ ആ സ്ക്രിപ്റ്റിലുള്ളത് തന്നെയായിരിക്കും. സ്ക്രിപ്റ്റിൽ എന്തായാലും അവിടെ നിന്ന് ചായ എടുത്ത് കുടിക്കുന്നു എന്ന് ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവത്തില്ല. ചിലപ്പം അവിടെ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഡയറക്ടറിൻ്റെ ഒരു വിഷനായിരിക്കും. ഡയറക്ടർ അവിടെ ആഡ് ചെയ്യുമായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ ഇത് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എവിടെ നിന്ന് ചോദ്യം വന്നത്? അതല്ല, ഞാനിപ്പോ ഏതോ ആക്ടിങ് ക്ലാസ്സിൽ കോച്ചിങ്ങിന് പോയിരിക്കുന്ന മാതിരി ഒരു ഫീൽ. അല്ല, ഇങ്ങനത്തെ ചോദ്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ. ഞാൻ ചോദിച്ചത് ആക്ച്വലി ഏറ്റവും കൂടുതൽ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഭയങ്കര ഒരു അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്ന സാധനമായിരുന്നു. ഇങ്ങനത്തെ ചോദ്യങ്ങൾ എനിക്ക് വേറെ ഇന്റർവ്യൂ ഒന്നും കിട്ടിയിട്ടില്ല. എന്റെ ഡ്രാമ സ്കൂൾ മറ്റേതിലോട്ട് പോകുന്നു, ഞാൻ വാചാലനാവുന്നു. ക്ലാസ് എടുക്കാൻ പോവാറുണ്ടോ? ക്ലാസ്സിൽ ഞാൻ മുൻപൊക്കെ എനിക്കത് പറ്റുന്ന പരിപാടിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. വർക്ക്ഷോപ്സ് കൊടുക്കാൻ പോവാറുണ്ട്. മുൻപ് അതെനിക്ക് പറ്റുന്ന പരിപാടിയല്ലെന്ന് മനസ്സിലായി. കണ്ടില്ലേ, എവിടെയോ തുടങ്ങി എവിടെയോ അവസാനിക്കുന്നു എന്നൊരു കൃത്യമായിട്ടുള്ള പോയിന്റിലോട്ട്. അപ്പൊ എന്താണ് എന്റെ സ്റ്റുഡൻസ് കൺഫ്യൂഷൻ ആവത്തല്ലേ ഉള്ളൂ. അങ്ങനെയില്ല, പക്ഷെ കേട്ട് ഇരിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി അറിവ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഓക്കെയാണ്. ഓക്കെ, അപ്പം ഈ ഏറ്റവും ആദ്യം ഈ പറഞ്ഞ പോലെ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്, ലൈക്ക് അതിന് മുമ്പ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന, ഇപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ജാനമനിലെ ആ ഒരു ക്യാരക്ടർ ആയിരിക്കും. കണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എന്താ പറയുക ഡയലോഗ്. ആദ്യം അത് മറ്റേ പാലക്കാട് ഭാഷയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം, അങ്ങനെ മതി എന്നുള്ളതൊക്കെ സഭേന്റെ ഒരു ഇതായിരുന്നുവല്ലോ, ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നുവല്ലോ. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഗണപതിയുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും അതുപോലെ തന്നെ ആ ഒരു ഇത് ഈ ക്യാരക്ടറിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു? പിന്നെന്താ പറയാ, ഈ പാലക്കാട് ഭാഷ അത് എന്താണ് തരുന്നൊരു കോൺഫിഡൻസ്? പാലക്കാട് ഭാഷ നമുക്ക് തരുന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സ്ഥലം പാലക്കാട്, എനിക്കറിയാവുന്നൊരു സ്ലാങ് പാലക്കാട് എന്നുള്ള സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് എൻ്റെ കംഫർട്ടബിളിന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതാണ്. അത് തിരുവനന്തപുരം സ്ലാങ് ആയിരുന്നു സ്ക്രിപ്റ്റിലുണ്ടായിരുന്നത്. അപ്പം ഞാനത് ഓഡീഷൻ ചെയ്യുന്ന സമയത്തും തിരുവനന്തപുരം പരിപാടിയിൽ പിടിച്ചിട്ടൊക്കെയാണ് ട്രൈ ചെയ്ത് നോക്കിയിരുന്നത്. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ ഗണപതിയോട് ചോദിച്ചത് ഇങ്ങനെ പാലക്കാട് പരിപാടി പിടിക്കാം. പോകുന്ന സമയത്ത് അവർ ഒന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അവരാലോചിച്ചിട്ട് അത് സമ്മതിച്ചു. അപ്പം എൻ്റെ കംഫർട്ടബിളിന് വേണ്ടിയിട്ട് ആണ് അതങ്ങനെ ചെയ്തത്. എന്തെങ്കിലും ഒന്ന് പറയുമോ പാലക്കാട് ഭാഷയിൽ? ആ ഒരു ടോൺ പിടിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാവോ? അത് എനിക്ക് എപ്പോൾ ചോദിച്ചാലും അങ്ങനെ വരും. കാരണം എന്താ, ഞാൻ പാലക്കാടാണേ, എനിക്ക് പറ്റുന്ന വരുന്നു. എന്താ രാവിലെ ഭക്ഷണം കഴിച്ചെന്താ? ഞാൻ ഇപ്പൊ പോയിട്ട് ഇഡ്ഡലി കഴിച്ചു. അപ്പൊ പാലക്കാട് പിടിച്ചില്ലല്ലോ. എന്താണ്ടി ഇവിടെ നീ ഇത് കേക്ക്, എന്റെ താളം കേക്ക്. ഈ ഇഡ്ലിക്ക് അവിടെ ഇഡ്ലി തന്നെയാണ് പറയുക. പറഞ്ഞോ, രസമുണ്ട്. പിന്നെ ഇഡ്ലിന്റെ കൂടെ ചട്നി ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചു. ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? അങ്ങനെയൊന്നുമില്ല, കിട്ടിയത് കഴിക്കാൻ, കിട്ടുന്നത് തിന്നാൻ. പാലക്കാട് സ്പെഷ്യല് ഭക്ഷണം ഏതാ? സ്പെഷ്യല് മെയിൻ ഐറ്റം ഏതാ? അവിടെ രാമശ്ശേരി ഇഡ്ഡലി. അല്ല, അത് മറ്റേ ടോണില് മതി, അത് കഴിഞ്ഞു.
ഞാൻ വിചാരിച്ചു കണ്ടിന്യൂ ചെയ്യുന്നു. സ്പെഷ്യൽ അല്ല ഇപ്പം വീട്ടിലെ അമ്മേന്റെ അടുത്തോ അല്ല അങ്ങനെ ആരോടെങ്കിലും ആണ് വർത്താനം പറയുന്നെങ്കിൽ ഏതായിരിക്കും? ഇപ്പൊ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഈ രീതിയില് മറ്റേ ടോണൊന്നും കയറി വരില്ല. ചിലപ്പോ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ പോയിട്ട് എപ്പോഴെങ്കിലൊക്കെ വരുന്ന സമയത്ത് വന്നാലായി വരുവാണെന്നുണ്ടെങ്കിൽ വരും. നല്ല കോൺഷ്യസ് ആയിട്ട് ഞാൻ ഇങ്ങനെ പറയണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയണം എന്ന് പോലും ആലോചിച്ചിട്ടല്ല. ഞാൻ ഡ്രാമ സ്കൂളിൽ വന്ന സമയത്ത് അവിടെ പോയിട്ട് അവിടെയാണെന്നുണ്ടെങ്കിൽ പല ജില്ലയിൽ നിന്നുള്ള പല ആൾക്കാരും, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പത്തനംതിട്ട, ഒരാള് പത്തനംതിട്ട കോന്നി, അവൻ അടൂര്, പിന്നെ ഒരാള് എറണാകുളം. അപ്പം അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു ടോൺ കിട്ടിയെന്നാണോ പറയുന്നത്? ഒരു നോർമൽ പേസ് കിട്ടിയത് അങ്ങനെ ആയിരിക്കാം. അപ്പം വീട്ടിൽ പിന്നെ നാടകങ്ങളിലാണ് ഇത് ചെയ്യുന്ന സമയത്ത് ഒരു സ്ലാങ്ങിൽ അല്ലായിരിക്കുമല്ലോ. സ്ലാങ്ങിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇതാക്കും. അതായത് എന്താ മറ്റേ ക്ലാസിക്കൽ നാടകത്തിലത്തെ പ്ലേ ഒക്കെ ആയിരിക്കും, സംസ്കൃതത്തിന്റെ ഇത് ചെയ്തിട്ടുള്ള ക്ലാസിക്കൽ പരിപാടികളൊക്കെ ആയിരിക്കും. അവര് വന്നിട്ട് എന്താ മച്ചാനേ പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ. അപ്പൊ അങ്ങനെ എന്താണ് കൊളോക്കിയൽ സ്ലാങ് പിടിച്ചിട്ട് ചെയ്യുന്ന നാടകങ്ങളും ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു നാടകം ചെയ്തിട്ടുണ്ട്.